എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ അസുഖങ്ങളെല്ലാം മാറി കിട്ടിക്കഴിയും. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ജപം എപ്പോഴും മുന്നോട്ട് അതേപോലെ കൊണ്ടുപോകണം. ഇന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ന്യൂ ഇയർ അല്ലേ, അന്നേരം ക്ലാസ് എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. ഹരേ ന്യൂ കൃഷ്ണ ഇയറിന് മാതാജി, ഒരു നല്ലൊരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. ഞാൻ ഇങ്ങനെ നടക്കുന്നതൊക്കെ ഭഗവാന്റെ ഒരു കല. അതുകൂടാതെ നമ്മളെ സത്സംഗം ഇതിലുള്ള നമ്മളെ പൈതൽ പ്രഭു, ഗോവിന്ദരാജ് പ്രഭു, ഇവരൊക്കെ നേരത്തെ അവര് മുഖേനയാണ് ഞാൻ ഇതിൽ കയറിയത്. കാഞ്ഞങ്ങാട് രാമമന്ത്രം ദീക്ഷ എടുത്ത ആളാണ് ഞാൻ. കാഞ്ഞങ്ങാട് രാമമന്ത്രം എത്ര വർഷമായി. പക്ഷെ ഇതില് വന്നതിൽ പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് കൂടുതൽ ഉണ്ടെങ്കിലും ഞാൻ ചിലതൊന്നും വകവയ്ക്കാറില്ല. എന്ന് വെച്ചാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ ശരണം എന്നുള്ള രീതിയിൽ. അത് ഇവരുടെ ഡെയിലിയുള്ള പ്രാർത്ഥനയും നമ്മളെ പൈതൽ പ്രഭുവിന്റെ, ഗോവിന്ദരാജ് പ്രഭു, പിന്നെ നമ്മുടെ സത്സംഗത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ലാസ്റ്റ് ഒരു മാല ജപം ഇപ്പോഴും ഒറ്റ ഒരു മാല ലാസ്റ്റില്. അതിൽ കൂടെ എല്ലാ പേർക്കുമുള്ള ലോക നന്മ എല്ലാവർക്കും പറയുക. അതിന്റെ കൂടെ ഇവരുടെ പ്രാർത്ഥനയിലാണ് ഞാൻ ഇന്നും ഇങ്ങനെ എണീറ്റ് നടക്കുന്നതെന്നുള്ള സത്യം ഞാൻ മാതാജിയോട് ഏറ്റു പറയുക. അതാണ് ഞാൻ പറയുന്നത്. ഒരു ഭഗവത് ഭക്തന്മാരുടെ ഒരു എന്താ പറയുന്നത്, ആ ഭഗവത് ഭക്തന്മാരുടെ മനസ്സെങ്ങനെയാണെന്ന് ഭഗവാൻ അറിയുന്നുണ്ടെന്നുള്ളത്. ആ ഭഗവത് ഭക്തന്മാരുടെ മനസ്സിനനുസരിച്ചുണ്ടല്ലോ ഭഗവാനാണെന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് ആഗ്രഹമാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭൗതികമായിട്ടുള്ള അല്ലാത്ത ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുന്നുള്ളത്. ഇപ്പൊ നമുക്ക് അതിനെ പറ്റി തന്നെയാണ് ഒരു കഥ ഞാൻ പറയാൻ പോകുന്നത്. രുക്മിണിയുടെ കഥയാണ് പറയുന്നത്. പട്ടറാണി അറിഞ്ഞൂടെ? രുക്മിണിയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. രുക്മിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടറാണി ആവുന്നതിന് മുമ്പിട്ടുള്ള ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. വിദർഭ രാജാവ് ആയിട്ടുള്ള ഭീഷ്മകന്റെ ഒരിച്ചിരി പനിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട വല്ലാതെ അടഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? ഇല്ലേ? മനസ്സിലാവുന്നു മാതാജി. മാതാജിക്ക് സുഖം വരട്ടെ. ഹരേ കൃഷ്ണ. ഭീഷ്മകൻ, വിദർഭ രാജാവായിട്ടുള്ള ഭീഷ്മകന്റെ പുത്രിയാണ് രുക്മിണി ദേവി. ആ രുക്മിണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, വളരെ ചെറുപ്പത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഗുണഗാനങ്ങൾ കേട്ടാണ് വളരുന്നത് എന്നുള്ളതാ. ഭഗവാനെ ഒരിക്കൽ പോലും രുക്മിണി കണ്ടിട്ടില്ല എന്നുള്ളതാ. ഭഗവാനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ നാരദരായി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ ബ്രാഹ്മണരായി കഴിഞ്ഞാലും ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് കുഞ്ഞു രുക്മിണി തന്നെ എന്ത് മനസ്സിൽ വിചാരിച്ചു, എപ്പോഴെങ്കിലും എനിക്കൊരു കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണനെ തന്നെയായിരിക്കും ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് മനസ്സിൽ അന്നേ തന്നെ ഉറപ്പിച്ചു വെച്ചിരുന്നു. പക്ഷേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രദർ ആങ്ങളെയാണെന്നുണ്ടെങ്കിൽ, മൂത്ത ജ്യേഷ്ഠനാണെന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണനെ, അവനൊരു ദുഷ്ടനായിരുന്നു. അവന്റെ സംഘം അതേ തന്നെയായിരുന്നു. ജരാസന്ധനും പിന്നെ ശാല്യ രാജാവ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ടായിരുന്നു അവന്റെ സംഘം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ, ഈ കൃഷ്ണനെ അത് തൊട്ടേ വെറുക്കാൻ തുടങ്ങി. ഈ ജരാസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് കംസന്റെ ഭാര്യയുടെ ഭാര്യമാരുടെ അച്ഛനായിരുന്നു. അന്നേരം ജരാസന്ധൻ 17 തവണ ഭഗവാനെ തോപ്പിച്ചു. ഭഗവാൻ ജരാസന്ധനെ തോപ്പിച്ചിട്ട് വെറുതെ വിട്ട ആളാണ്. പക്ഷെ ആ സംഘത്തിൽ എന്നുണ്ടെങ്കിൽ രുക്മിണിയുടെ സഹോദരനും അവരുടെ കൂട്ടത്തിൽ കൂടി കൃഷ്ണനെ വെറുക്കാൻ തുടങ്ങി. ഒരിക്കലും എന്റെ സഹോദരിക്ക് കൃഷ്ണനെ വരനായിട്ട് ഒരിക്കലും തെരഞ്ഞെടുക്കില്ല എന്നുള്ള ഒരു ശപഥം അവൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ രുക്മിണി ദേവിയാണെന്നുണ്ടെങ്കിൽ വളർന്നു വന്നപ്പോ അവരുടെ ആഗ്രഹവും അതേപോലെ കൂടി വന്നു. വെറും ശ്രവണം മാത്രമാണ് കേട്ടിരിക്കുന്നത് ഓർത്തോണം. ആ ശ്രവണത്തിൽ കൂടിയാണ് ഭഗവാന് എന്റേതാക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് വന്നതെന്നുള്ളത്. അതാണ് പറയുന്നത്, ഏത് സത്സംഗം ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഹരേ കൃഷ്ണ ഭഗവന്ത്രം ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഏത് ആദ്യം വരുന്നതെന്ന് പറഞ്ഞ ശ്രവണം. ആ ശ്രവിച്ചാണ് നമ്മുടെ മനസ്സിന് ശുദ്ധീകരണം വരും. മനസ്സിന് ശുദ്ധീകരണം വന്നിട്ടുണ്ടല്ലോ, ഷഡ് വൈരികൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഓടി ഒളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായിട്ട് ഭഗവാൻ ആ മനസ്സിൽ കുടിയിരിക്കാൻ തുടങ്ങും. പിന്നെ നമ്മള് ആരുടെ ആയിക്കഴിഞ്ഞു, ഭഗവാന്റെ ആയിക്കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ രുക്മിണിയെ അതേപോലെ തന്നെ വളർന്നു വന്നതോടുകൂടി ഭഗവാൻ തന്നെ കൃഷ്ണൻ തന്നെ, എന്തെന്ന് അവർക്കൊന്നും ഭഗവാൻ എന്നൊന്നും അറിയില്ല, കൃഷ്ണൻ തന്നെ എന്റെ പതിയായിട്ട് വരണം എന്നുള്ള ആഗ്രഹം അവരില് വളരെ വളരെ തീവ്രമായിട്ട് വന്നു. പക്ഷെ അതേപോലെ തീവ്രത എന്ത്
വന്നു രുക്മി എന്നാണ് പേര്, രുക്മിണിയുടെ മൂത്ത ജ്യേഷ്ഠന്റെ പേര്. രുക്മിക്കും അതേപോലെ തീവ്രമായിട്ട് വന്നു, ഒരിക്കലും എന്റെ സഹോദരിയെ കൃഷ്ണന് കൊടുക്കില്ല എന്നുള്ളത് ആ ചിന്ത. അങ്ങനെ എന്ത് ചെയ്തു ഈ രുക്മി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും ഭീഷ്മകർക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും രുക്മിണി ആർക്ക് കൊടുക്കാനാ ഇഷ്ടം? കൃഷ്ണന് കൊടുക്കാനാ. പക്ഷെ ഇവന്റെ മുന്നിൽ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും മിണ്ടാതിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? അവരാ രുക്മിണിയുടെ കല്യാണം ആരുമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ശാല്യരാജാവല്ലല്ലോ, രുക്മിണിയുടെ കല്യാണം ആരുമായിട്ടായിരുന്നു നിശ്ചയിച്ചത്? ശിശുപാലൻ. അത് തന്നെ, ശിശുപാലനുമായിട്ട് രുക്മിണിയുടെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. ആ ശിശുപാലൻ എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാമോ? കൃഷ്ണന്റെ അപ്പച്ചയുടെ മകനാണ്. അത് ഈ ശിശുപാലൻ ജനിക്കുന്ന സമയം തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 6 വിരലുമായിട്ടാണ് അല്ല ഓർമ്മയെ കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെ 6 വിരലായിട്ടുണ്ടായിരുന്നു. 6 വിരലാണോ കണ്ണാണോ എന്ന് എനിക്ക് സംശയം. 6 അല്ലല്ല, വിരലാണ്. വിരലല്ല. നോക്കാം, പിന്നെ നമുക്ക് അത് പഠിക്കാൻ വരുന്നുണ്ട്, അന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശിശുപാലനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനിക്കുന്ന സമയം തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 6 വിരലെന്ന് തന്നെ എടുക്കാം. 6 വിരലായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ അന്ന് തന്നെ ഓരോ ജ്യോതിഷൻ പറഞ്ഞു ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ 6 വിരലല്ലല്ലോ, ഇതിനകത്തില്ല. പട്ടെ പ്രഭുവിനെ അറിയില്ലേ? പ്രഭുജി എങ്ങനെയാണ് ശിശുപാലൻ ജനിച്ചത്? അമ്മക്ക് ഇപ്പൊ എന്റെ 6 വിരലെന്ന് വെക്കാൻ ഞാൻ പിന്നെ ഓർത്തിട്ട് പറയാം കേട്ടോ. എന്നിട്ട് ശിശുപാലൻ ജനിക്കുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ജ്യോത്സ്യം പറഞ്ഞു ഇത് ഈ വിരലല്ല കേട്ടോ, പക്ഷെ കണ്ണാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരിവരെ കൊല്ലുന്നവനുണ്ടോ അവൻ ഈ കുട്ടിയെ എടുക്കുന്ന സമയം അവന്റെ കണ്ണ് നേരെയായിട്ടാണെന്നുണ്ടെങ്കിൽ 2 കണ്ണ് മാത്രമാവും എന്ന് പറഞ്ഞു വെച്ചുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഈ അമ്മ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആര് വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ അവരുടെ കൈ കൊടുക്കുക. പക്ഷെ അങ്ങനെ ആരുടെയും കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ നേരെയായില്ല. പക്ഷെ അടുത്തിടക്കില് കൃഷ്ണൻ ഒരു ദിവസം, അമ്മാവന്റെ മകനല്ലേ, കൃഷ്ണൻ ഒരു ദിവസം അവിടെ വന്നു. കൃഷ്ണനോട് ദിവസം വന്നപ്പോ ഈ കുഞ്ഞിനെ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ കൈ കൊടുത്തു. കൃഷ്ണന്റെ കൈ കൊടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ കണ്ണ് അത് മാറി, ആ വൈകല്യം മാറിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായി? വളരെ സുന്ദരനായിട്ടുള്ള ഒരു കുട്ടിയായി കഴിഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആ അമ്മ മനസ്സിലാക്കി ഈ കൃഷ്ണനാണ് എന്റെ മകന്റെ ഘാതകൻ എന്നുള്ളത്. അന്ന് ആ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, നീയാണ് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവന്റെ 100 തെറ്റുകൾ നീ പൊറുക്കണമെന്ന് പറഞ്ഞു. 100 തെറ്റുകൾ നീ പൊറുക്കണം. എന്ന് 101ാമത് പിന്നെ നീ അവൻ തെറ്റ് പറയും, പിന്നെ കുറ്റം പറയും, അല്ലെങ്കിൽ തെറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നീ അവനെ കൊത്തോളൂ എന്ന് പറയുക. അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്തു? 100 മണികളുള്ള ഒരു മാല കൊരുത്തിട്ട് അവന്റെ അരയിൽ കെട്ടിക്കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഈ ശിശുപാലനെ കൊണ്ട് രുക്മിണിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രുക്മിയാണെന്നുണ്ടെങ്കിൽ എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുന്നു. പക്ഷെ ഈ രുക്മിണിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശിശുപാലനെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാനോടുള്ള ആ പ്രേമം, ഭഗവാനോടുള്ള ആ ഒരു ഭക്തി, ആ ഭക്തിയില് രുക്മിണി മുഴുകിയിരിക്കുകയാണ്. പക്ഷെ വീട്ടുതടങ്കലിലാക്കപ്പെട്ടു. ഒരു തരത്തില് കൃഷ്ണനെ കാണാൻ ദ്വാരകയിൽ വരാനോ അല്ലെങ്കിൽ ദ്വാരകയിൽ ഒരു മെസ്സേജ് കൊടുത്തു വിടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഏത് കൊട്ടാരത്തിലും ബ്രാഹ്മണർക്ക് ഭയങ്കര സ്ഥാനമാണുള്ളത് എന്നുള്ളത്. ബ്രാഹ്മണരെ ആണെന്നുണ്ടെങ്കിൽ അവരാരും എത്ര ദുഷ്ടന്മാരായി കഴിഞ്ഞാലും ബ്രാഹ്മണരെ തടയില്ല, നാരദരെ തടയില്ല. ഇവിടെ ഒരു ബ്രാഹ്മണൻ വരുന്നു. ആ ബ്രാഹ്മണനെ കണ്ടപ്പോ രുക്മിണിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഹ്മണന്റെ കയ്യിലൊരു എടുത്തു കൊടുത്തു വിടുന്നു. കൃഷ്ണ, അങ്ങയെ ഞാനാണെന്നുണ്ടെങ്കിൽ അഗാധമായി പ്രേമിക്കുന്നു. എന്നെ ശിശുപാലനത്ത് ഒരു രാജാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ്.
ഒരിക്കലും എനിക്ക് ആ വിവാഹത്തെ സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങയല്ലാതെ വേറൊരു ആളെയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് എന്നെ രക്ഷിക്കണം. ആ രക്ഷിക്കാനുള്ള മാർഗവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാജകുമാരിമാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളായി കഴിഞ്ഞാൽ പെണ്ണിനെ ആണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് തൊഴിപ്പിക്കില്ലേ, അതേപോലെ ഞങ്ങൾ അന്ന് വിവാഹ ദിവസം അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ദേവി ശ്രീ പാർവതി ദേവിയുടെ പൂജയുണ്ട്. ആ പൂജ സമയത്ത് ഞാൻ അവിടെ എത്തും. ആ സമയത്ത് ഒരു രക്തച്ചൊഴിച്ചിലില്ലാതെ അങ്ങനെ തേരിലേറ്റിക്കൊണ്ട് പോരണമെന്നുള്ള ആ ഒരു മാർഗവും കൂടി പറഞ്ഞു കൊടുക്കും എന്നുള്ളതാ. അങ്ങനെ ആ മാർഗവും കൂടി പറഞ്ഞു കൊടുത്തിട്ട് ഈ ബ്രാഹ്മണനെ പെട്ടെന്ന് ദ്വാരകയിലേക്ക് അയക്കുന്നു. ബ്രാഹ്മണൻ ഈ കത്ത് അങ്ങനെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ആദ്യമായിട്ട് പ്രേമലേഖനം എഴുതിയത് ആരാ? രുക്മിണി ദേവി, അതും കൃഷ്ണനാണെന്നുള്ളതാണ്. അതുമല്ല വഴിയും കൂടി പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരം കൃഷ്ണൻ ഈ എഴുത്ത് വായിക്കുന്നു, ബ്രാഹ്മണൻ ദ്വാരകയിൽ എത്തുന്നു, ബ്രാഹ്മണനെ യഥാവിധം സൽക്കരിച്ച് ബ്രാഹ്മണനോട് പറഞ്ഞു, എന്താണ് വന്നത്? അങ്ങനെ വരാറില്ലല്ലോ, എന്തായി കെട്ടിയാലോ ഒക്കെ പറയണമെന്ന് പറയും. ഈ ലെറ്റർ ബ്രാഹ്മണന് കൊടുക്കുക, അല്ല കൃഷ്ണന് കൊടുക്കുന്നു ബ്രാഹ്മണൻ. പക്ഷേ കൃഷ്ണൻ എന്ത് പറയുന്നു? അങ്ങ് തന്നെ വായിച്ചാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാന് ബ്രാഹ്മണൻ വായിച്ചത് കേട്ടിട്ട് പറയത്തുണ്ടോ, എനിക്കും അതേപോലെ മോഹമുണ്ട്, രുക്മിണിയോട് അങ്ങ് ചെന്ന് പറയൂ, ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രുക്മിണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ബ്രാഹ്മണനെ കൂട്ടി ഭഗവാനാണെന്നുണ്ടെങ്കിൽ തേരില് ആ രാത്രിക്ക് പിറ്റേ ദിവസം കല്യാണം, രാത്രിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല, ബ്രാഹ്മണൻ ആദ്യം വരുന്നു. ബ്രാഹ്മണൻ ആദ്യം വന്നിട്ട് രുക്മിണിക്ക് മെസ്സേജ് കൊടുക്കുന്നു, ഇതേപോലെ ഭഗവാൻ വരുന്നുണ്ട് നിന്നെ കൂട്ടാൻ വേണ്ടിയിട്ടെന്നുള്ളത്. അത് കേട്ടപ്പോഴത്തേക്ക് അതുവരെ ഒരുങ്ങാതെയൊക്കെ ഇരുന്ന പെണ്ണ അത് കേട്ടപ്പോഴെന്താ ചെയ്തതെന്ന് അറിയാമോ? രുക്മിണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒരുങ്ങി പിറ്റേ ദിവസം ഒരുങ്ങി ദേവിയുടെ ദർശനത്തിന് വേണ്ടി പോകുന്നു. പക്ഷെ തലേ ദിവസം രാത്രി തന്നെ കൃഷ്ണനും ബലരാമനും സൈന്യനും എല്ലാവരുമായിട്ട് അവിടെ എത്തുന്നുണ്ട്. ഭീഷ്മരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രുക്മിണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന അദ്ദേഹത്തിന് ഒരുക്കി ആ കഷ്ടം തന്നെ, ആ റൂം തന്നെ കൃഷ്ണനാ കൊടുക്കുന്നതെന്നുള്ളതാ. അവിടുത്തെ എല്ലാ ആൾക്കാരും എന്താ പറയുന്നത്, നമ്മുടെ രുക്മിണിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനാണ് കല്യാണം കഴിക്കേണ്ടത്, അല്ലാതെ മറ്റേ ആ ദുഷ്ടനല്ല കല്യാണം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എല്ലാ അവിടുത്തെ വിരാട് വാസികൾ എല്ലാവരും ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നു. പക്ഷെ എല്ലാവർക്കും ആഗ്രഹവും കൃഷ്ണൻ തന്നെ രുക്മിണിയെ കല്യാണം കഴിക്കണമെന്നുള്ളതാ. പിറ്റേ ദിവസം രാവിലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രുക്മിണി ദേവി ഒരുക്കിയിട്ട് നേരെ അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോയിട്ട് കുറെ പ്രായമായവരുണ്ട്, ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പൂജകൾ ചെയ്യിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു തിരിച്ചു വരുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? രഥം കൊണ്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. രഥം കൊണ്ട് അവിടെ നിന്ന് രുക്മിണി ദേവി ഇങ്ങനെ നോക്കുക, ഭഗവാൻ എവിടെയാണ്, ഭഗവാൻ എവിടെയാണെന്ന്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ്, മുഖം കാണിക്കില്ല, മൊത്തം അത് പറന്ന് വെച്ചിട്ട് മൂടും എന്നുള്ളത്. അങ്ങനെ ഒരു ശകല ആ പർദ്ദയൊന്ന് എടുത്ത് മാറ്റിയപ്പോഴുണ്ടല്ലോ, ആ സൗന്ദര്യം എല്ലാ രാജാക്കന്മാരോടൊന്നും ഇപ്പൊ ഉണ്ടായിരുന്നു. ആ സൗന്ദര്യം ഒരു ശകലം കൃഷ്ണൻ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് രുക്മിണി ദേവി ആ പർദ്ദ എടുത്ത് മാറ്റിയിട്ട് നോക്കുന്നത്. പക്ഷെ ആ സൗന്ദര്യത്തിൽ മതിമയങ്ങി എല്ലാവരും മോഹാലസ്യപ്പെട്ട് വീണെന്നാ പറയുന്നത്. സാക്ഷാൽ ലക്ഷ്മി ദേവി അല്ലേ ഭഗവതി രുക്മിണി ദേവി. അങ്ങനെ ഭഗവാൻ എന്താ ചെയ്തത്? നേരെ രുക്മിണിയുടെ കൈ പിടിച്ചിട്ട് നേരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രഥത്തിൽ കയറുന്നു. രഥത്തിൽ കയറിയപ്പോഴത്തേക്ക് ദാ കൊണ്ടുപോകുന്നു ഗോപാലനെ, രാജകുമാരിയെ കൊണ്ടുപോകുന്നു. ഇത് നല്ല നല്ല എല്ലാവരോടും യുദ്ധത്തിന് വരുന്നു. എല്ലാവരും യുദ്ധത്തിന് ബലരാമനാണെന്നുണ്ടെങ്കിൽ പിന്നെ തോപ്പിച്ചോടിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് കൃഷ്ണനും രുക്മിണിയും കുറെ മുന്നോട്ട് വന്നപ്പോ രുക്മി അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ജരാസന്ധനോട്, എല്ലാവരുമായിട്ട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട, ഞാൻ എന്റെ പെങ്ങളെ കൊണ്ടുവരും. മക്കൻ ചോറ് അല്ലെന്നുണ്ടെങ്കിൽ ആ കണ്ണന് വെണ്ണക്കട്ട് ഉണ്ണുന്നവന്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഗോപാലൻ കുറെ ഇത് ചീത്തയൊക്കെ പറഞ്ഞിട്ട് അത് തുടങ്ങി പറയും, അവരെന്റെ പെങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു, ഞാൻ അവളെ കൊണ്ട് ഈ കുടീരത്തില് കാല് കുത്തത്തുള്ളൂ, അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അഥവാ എനിക്ക് അവളെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഞാനിവിടെ കാലുകുത്തില്ല എന്നുള്ള ശപഥം എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്തു രുക്മിണിയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ തോപ്പിച്ചിട്ട് എന്താ വെട്ടാൻ വേണ്ടിയിട്ട് വാള് ഓങ്ങുന്ന സമയത്ത് രുക്മിണി ദേവി പറയുന്നു, ഒരിക്കലും അരുതേ, ഇന്നെന്റെ ഒരു കല്യാണ ദിവസമാണ്, എന്റെ ആങ്ങളയുടെ തന്നെ ചോര അവിടെ വീണിട്ട് എന്നെ ദുഃഖിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ആകുന്നുണ്ടെങ്കിൽ രുക്മിണി കാലിൽ വീഴുന്നു. ഭഗവാന്റെ കാലിൽ വീഴു കഴിഞ്ഞിട്ട് രുക്മിണി ദേവി എന്താ ചെയ്യുന്നത്? ഭഗവാനെ വെറുതെ വിടുന്നില്ല. പക്ഷെ എന്ത് ചെയ്തു?
ഈ പകുതി ഈ തലയുടെ ഭാഗവും പകുതി വീഴ്ച ഭാഗവും വടിച്ചു കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ക്ഷത്രിയരാണ് ഇവര്. ക്ഷത്രിയർക്ക് എങ്ങനെയാണോ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല, അവർക്ക് വീരസ്വർഗം കിട്ടുമെന്നാ പറയുന്നത്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപിച്ചു വിടുന്നതല്ലേ, അവർക്ക് അന്നേരം മരണത്തിനേക്കാളും വേദനാജനകമാണ് അത്. അങ്ങനെ അവിടെ പിടിച്ചു കിട്ടി ഇടുകയോ ചെയ്തു. ആ സമയത്താണ് ബലരാമസ്വാമി വരുന്നത്. ബലരാമൻ പറയുന്നുണ്ട്, എന്താ കൃഷ്ണ ഈ കാണിച്ചിരിക്കുന്നത്, എളുപ്പം അഴിച്ചുവിടും, നമ്മുടെ ബന്ധുവാണ് രുക്മി, അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെയ്തത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞ് വെച്ച് രുക്മി അഴിച്ചുവിടുന്നു. പക്ഷെ രുക്മി കുണ്ഠിനത്തിൽ ഒരിക്കലും കാലുകുത്തിയിട്ടില്ല. പിന്നെ അങ്ങനെ എല്ലാവരും ഇളിപ്യരായിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, രുക്മിണി ദേവിയെ ദ്വാരകയിൽ കൊണ്ടുവന്നിട്ട് യഥാവിധി കല്യാണം നടത്തി, പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് കല്യാണം നടത്തിയിട്ട് വളരെ സുഖമായിട്ട് അവിടെ ജീവിക്കുന്ന സമയത്ത് രുക്മിണി ദേവിക്ക് അറിയാം ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നുള്ളത് അറിയാം. ആ ഭഗവാൻ തന്നെയാണെന്നുള്ള നമുക്ക് ഭാഗവതത്തിലൊരു ദമ്പതി വിനോദം ഉണ്ട് കേട്ടോ, അത് ഭയങ്കര രസമാണെന്നുള്ളത്. ആ ഭഗവാൻ രുക്മിണി ദേവിയുടെ കുറെ നാളെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. ഒരു ദിവസം അവർ രണ്ടുകൂടി ഇങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് രുക്മിണി ദേവിയോട് പറയുന്നുണ്ട്, പ്രത്യക്ഷനൊക്കെ ഉണ്ടായതിനു ശേഷമാണ്, വലുതായതിനു ശേഷമൊക്കെയാ പറയുന്നത്, രുക്മിണി ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു ഗോപാലനായിരുന്നു, പക്ഷെ നിനക്ക് ചേർന്നവനേ അല്ല ഞാൻ എന്താ ചെയ്തത്, നിന്റെ ആങ്ങളയോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് നിന്നെ പിടിച്ചുകൂട്ട് വന്നതാണ്. നീ ഇപ്പോഴും ചെറുപ്പമാണ്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകാം, നിന്നെ നോക്കിയിട്ട് രാജാക്കന്മാർ അവിടെ കൊതി മിഴുകിയിരിക്കുന്നുണ്ട് ഇപ്പോഴും, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാന്ന് ഭഗവാൻ കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോ രുക്മിണി ദേവി എന്താ വിചാരിച്ചത്, ഓ ഭഗവാന് ഇനി എന്നെ വേണ്ട, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് രുക്മിണി ദേവി മോഹാലസ്യപ്പെട്ട് വീഴുക ചെയ്യുന്നത്. രുക്മിണി ദേവി മോഹാലസ്യപ്പെട്ട് വീഴുമ്പോ ഭഗവാൻ വേണമെന്നുണ്ടെങ്കിൽ കുറെ ടെൻഷനായിട്ട് ഭഗവാന് എന്ത് ചെയ്തു, രുക്മിണി ദേവിയെ തല മടിയിലെടുത്ത് വെച്ചിട്ട് വീശി വെള്ളമൊക്കെ തളിച്ച് രുക്മിണി ദേവിക്ക് ബോധം വരുന്ന സമയത്ത്, ബോധം വന്നതിന് ശേഷം രുക്മിണി ദേവി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത് അതിനകത്ത്. ഭഗവാന് എനിക്കറിയാം ഞാൻ അങ്ങക്ക് യോഗ്യല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ്, അന്ന് സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാന് യോഗിയാണോ വെറും ഒരു മനുഷ്യസ്ത്രീ, ലക്ഷ്മി ദേവിയാണെന്ന് എനിക്കറിയില്ലല്ലോ. വെറും ഒരു മനുഷ്യസ്ത്രീ ആയിട്ടുള്ള ഞാൻ ഒരിക്കലും അങ്ങക്ക് യോഗ്യയല്ല, അതുകൊണ്ടായിരിക്കും അങ്ങനോട് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ജീവാത്മാവും പരമാത്മാവും, ആ ജീവാത്മാവിൻ്റെയോട് പരമാത്മാവ് ചേർന്നാൽ മാത്രമേ അത് പൂർണ്ണമാവത്തുള്ളൂ. ഞാനൊരു ജീവാത്മാവാണ്, അങ്ങൊരു പരമാത്മാവാണ്. ആ പരമാത്മാവ് ജീവാത്മാവോട് ചേർന്ന് കഴിഞ്ഞത് കൊണ്ടാണ് എനിക്ക് പൂർണ്ണത വന്നത്, അല്ലാതെ ഞാനൊരു പൂർണ്ണതയായിട്ടുള്ള ഒരു സ്ത്രീ അല്ല. അങ്ങന്റെ കൂടെ വന്നത് കൊണ്ടാണ് ഞാൻ പൂർണ്ണമായത്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ എനിക്ക് എല്ലാം അറിയാം, അങ്ങയുടെ ഈ തൃപ്പാദമല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമേ ഇല്ലേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറയുമ്പോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, രുക്മിണി നീയാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്തുണ്ടല്ലോ നിന്റെ സൗന്ദര്യം കൂടും. അത് മിക്കവാറും ചിലരൊക്കെ ഇങ്ങനെ തമാശ പറയില്ലയോ, പെണ്ണുങ്ങൾ കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ദേഷ്യപ്പെടും, പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം കൂടുമെന്ന് പറയുന്നത് പോലെ ഭഗവാൻ അന്നേ പറഞ്ഞു വെച്ചതാ നോക്കെ. എന്നിട്ട് രുക്മിണി നിന്റെ സൗന്ദര്യം കൂടുതൽ ശോഭയുള്ളതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. നീ എന്ത് ശാന്തയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ശാന്തഭാവമല്ലേ എനിക്ക് കാണാൻ പറ്റൂ, നീ എന്തെങ്കിലും ഒരു തവണ രൗദ്രഭാവത്തിൽ വരണമായിരുന്നു, ആ രൗദ്രഭാവം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒരു കാരണമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് വളരെ സ്നേഹത്തോടു കൂടി പിന്നെ ഇങ്ങനെ ഇരുന്ന്, അതാണ് ഭാഗവതത്തിൽ ഒരു ദമ്പതി വിനോദം എന്ന് പറഞ്ഞിട്ട് നല്ലോണം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അന്നേരം ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ നവമ ഭക്തിയാണ് വരുന്നത്. അതിനകത്ത് മെയിനായിട്ട് വേണ്ടുന്നത് എന്താണെന്ന് അറിയാമോ, ശ്രവണം. രുക്മിണി ദേവി ഇവിടെ നോക്കൂ, വെറും ഭഗവാനെ പറ്റി ശ്രവിച്ചിട്ടേ ഉള്ളൂ, കണ്ടിട്ടേ ഇല്ല. കല്യാണ ദിവസം കാണുന്നതെന്നുള്ളതാണ്, കണ്ടിട്ടേ ഇല്ല. അന്നേരം ആ ശ്രവണത്തിൽ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും ആരും നമ്മുടെ ഈ മഹാമന്ത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതോടല്ല ഭയങ്കര എഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് ദിവസവും 16 റൗണ്ട് ചാറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്തെല്ലാം അത്ഭുതങ്ങൾ നമുക്ക് തന്നെ അനുഭവപ്പെടുമെന്ന് പറയുമെന്നുള്ളതാ. അതുകൊണ്ട് ആ ഒരു മഹാമന്ത്രം നിങ്ങളിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പ്രായമായ ആൾക്കാരാ, പക്ഷെ ആ മഹാമന്ത്രം നമുക്ക് വേണം, നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയ പോലും
തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മഹാമായ യോഗമായ രണ്ട് പേരാണ്. അത് ഈ മഹാമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഭഗവത് കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ അനുവദിക്കില്ല, ഭഗവാന്റെ അടുത്തോട്ട് പോവാനേ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതേസമയം യോഗമായി എങ്ങനെയാണ്, നമ്മൾ ഈ മഹാമായി അതിജീവിച്ചിട്ട് എനിക്ക് ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാൻ അല്ലാതെ എനിക്കൊരു ആശ്രയമില്ല എന്നുള്ള ആ രീതി നിങ്ങൾ നിന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, മഹാമായ നമ്മളെ യോഗമായ നമ്മളെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചിട്ട് എന്താ, നമ്മുടെ ഈ മഹാമായിൽ നിന്നിട്ടുള്ള എല്ലാവിധ മായാശക്തി എല്ലാം മാറ്റിയിട്ട് ഭഗവാനിലേക്ക് അടുക്കാനുള്ള കൂടുതൽ കൂടുതൽ മാർഗങ്ങൾ തരും. എനിക്ക് ഈ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. അത് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഞാൻ വിചാരിച്ചു, എന്നിട്ട് ഞാൻ പൈതപ്രഭുവിനോട് പറയും ചെയ്തു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രഭുജി എനിക്ക് ചിലപ്പോൾ ഇന്നലെ ഞങ്ങള് ബോംബെക്ക് വരണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, പക്ഷെ അന്നേരം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, അന്നേരം പ്രഭുജി അത് മാനേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ നോക്കൂ, ആ ടിക്കറ്റ് കൺഫേം ആയില്ല. കൺഫേം ആവാത്തത് കൊണ്ട് എനിക്ക് ഇന്നലെ ക്ലാസ് എടുക്കാൻ പറ്റി. ഇന്ന് ആ ടിക്കറ്റ് കൺഫേം ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ബോംബെയിൽ ഇരുന്നാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതായത് നമുക്ക് ആ മഹാമായയിൽ നിന്നിട്ട് യോഗമായ നമ്മുടെ ആഗ്രഹം ദൃഢമാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളത് എനിക്കത് ഭയങ്കര വിശ്വാസമാണെന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ എന്നുള്ളത്. വിശ്വാസം അതാണല്ലോ എല്ലാം എന്ന് പറയുന്നത് പോലെ ദൃഢമായിട്ടുള്ള ആ വിശ്വാസം നിങ്ങളിൽ വെക്കൂ. ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ പോണം, ശ്രമിക്കുക. എത്ര കാര്യങ്ങൾ നമുക്ക്, എത്ര ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, എത്ര നാമസങ്കീർത്തനം കിട്ടുന്നുണ്ടോ, അതെല്ലാം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാൻ എനിക്ക് അതിനുള്ള അനുഗ്രഹം തരണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം. ദ്രൗപദി നോക്കെ, കുന്തിദേവി നോക്കെ, അതുകൊണ്ട് ഗാന്ധാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കെ, ഗാന്ധാരി ശിവനെ അല്ല കൃഷ്ണനെ പോലും ശപിച്ചു എന്നുള്ളതാ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ അവരുടെ ആ ഭക്തിയുടെ ആ കാഠിന്യമാണ് പറയുന്നത്. മനസ്സിലായി പറഞ്ഞ്, ആ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ സമയത്ത് ഗാന്ധാരിയാണെന്നുണ്ടെങ്കിൽ തന്റെ മക്കളായിട്ടുള്ള 100 പേര് മരിച്ചെടുക്കുന്നു. എല്ലാ ആൾക്കാരുടെ ആ ശവത്തിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോവാൻ കൃഷ്ണൻ അവിടെ എത്തുന്നു. കൃഷ്ണൻ അവിടെ എത്തുന്ന സമയത്ത് കൃഷ്ണന് കണ്ടു കാണില്ലെങ്കിലും അവർക്ക് എങ്ങനെയാണ്ട് ആത്മജ്ഞാനം ഉണ്ടെന്നുള്ളത്. ആ വളരെ ഭക്തയാണ്, ശിവന്റെ ഭക്തയാണ്. ആ ഗാന്ധാരിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, കൃഷ്ണ നീ വിചാരിച്ചായിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു, പക്ഷെ നീ യുദ്ധം വേണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് എന്റെ മക്കളെല്ലാവരും നശിച്ചത്, കുലമേ നശിച്ചു പോയി. അതുകൊണ്ട് നിന്റെ കുലവും ഇതേപോലെ നശിക്കട്ടെ എന്നുള്ള ശാപം കൃഷ്ണന് ഗാന്ധാരി കൊടുക്കുന്നുള്ളതാ. ആ ശാപം ഫലവത്താക്കി എടുത്തു, ഫലവത്തായെന്നുള്ളതാ. പിന്നെ ഗാന്ധാരിക്ക് ബോധോദയം വന്നപ്പോ ഗാന്ധാരി പറയുന്നുണ്ട്, കൃഷ്ണ നീ എന്തിനാ അതിനെ ആ ശാപത്തെ നീ അംഗീകരിച്ചത്, സ്വീകരിച്ചത് എന്തിനാ, നിനക്കതിനെ നിരസിക്കാമായിരുന്നല്ലോ, എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് നീ അതങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. അന്നേരം പറയുന്നത്, ഗാന്ധാരി ദേവി ഇത് എന്ത് നടക്കാനുണ്ടോ എല്ലാം നേരത്തെ നിയതമാണ്. ആ നിയതത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാനെന്നല്ല, ആരെ കൊണ്ട് പറ്റില്ല. അതിനാൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ എഴുതിയിട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പരിഭവിച്ചിട്ടോ അതിനെപ്പറ്റി യാതൊരുവിധ ടെൻഷൻ എടുത്തിട്ടോ യാതൊരു കാര്യമില്ല. എങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ മുന്നോട്ട് പോവുക. പക്ഷെ ദൃഢവിശ്വാസം ഭഗവാനെ നിങ്ങൾ വെക്കുക. ആ ദൃഢവിശ്വാസത്തിന്റെ പുറത്ത് എന്ത് ചെയ്യണം, നാമസങ്കീർത്തനം. ശ്രവണം ആദ്യം കഴിഞ്ഞു, പിന്നെ നാമസങ്കീർത്തനം. എത്ര നാമം നമുക്ക് ജപിക്കാൻ പറ്റുമോ, അതാ ഞാൻ പറഞ്ഞത് ചാൻഡിങ്. നമ്മള് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റില്ല, സരസ്വതി യാമത്തെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു പ്രായമായവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അശുദ്ധികളൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലും കൈയും കഴിവിട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാല എടുത്ത് വെച്ച് നിങ്ങളൊന്ന് ജപിച്ച പോലും തീർച്ചയായിട്ടും ആ സമയത്തെ ആ പോസിറ്റീവ്നെസ് ഉണ്ടല്ലോ, നമ്മളെ കൂടി നമ്മുടെ അസുഖങ്ങളെല്ലാം പമ്പ കടക്കും. നമ്മൾ ഈ പറയുന്നത് പോലെ അല്ല ഈ കാര്യം. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഈ സ്പിരിച്വൽ എനർജി ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നേ കിടപ്പിലായി പോയിരുന്നുള്ളതായിരുന്നു. ആ ഒരു സ്പിരിച്വൽ എനർജി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര എന്ത് ചെയ്യാനുള്ള ആ ഒരു ഇത്, നമുക്ക് എവിടെ പോവാനെ കൊണ്ട് ഇല്ല, ഒന്നിനും ഒരു പ്രശ്നവും ഇല്ലാത്ത ആ ഒരു എനർജിയാണ് നമ്മൾ ഈ വരുന്നത്. അത് ഈ നാമത്തിൽ നിന്നിട്ടാണ് നമുക്ക് ആ എനർജി കിട്ടുന്നത് എന്നുള്ളത്. അതായത് നാമസങ്കീർത്തനം ആദ്യം നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ശ്രവിക്കുക, പിന്നെ നാമസങ്കീർത്തനം ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, മനനം ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെവി കൂടെ കേട്ടിട്ട് വേറൊരു ചെവി കൂടെ ഒരിക്കലും കളയരുത്. അത് നമ്മൾ എന്ത് കേൾക്കുന്നുണ്ടോ അത് നമ്മുടെ മനസ്സിനെ, നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ മാതാജി അത് പറഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ ജയസാക്ഷി പ്രഭു അത് പറഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അതിനെ നമ്മൾ ഇങ്ങനെ ഓർത്തോട്ടേ ഇരിക്കണം.
അതിന് ആ ഭഗവാന്റെ നാമങ്ങളിൽ നിന്ന് വരുന്ന ആ എനർജി, ആ മനനത്തിൽ കൂടി നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് ദൃഢമാക്കി എടുക്കും എന്നുള്ളത്. അതിനെ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് എനർജി, ഇപ്പം ഏതൊക്കെ രുക്മിണി ദേവി ആഗ്രഹിച്ചത് എന്താണോ അത് രുക്മിണി ദേവിക്ക് കിട്ടിയെന്നുള്ളത് അല്ലേ. സാക്ഷാൽ ഭഗവാനെ തന്നെയല്ലേ രുക്മിണി ദേവിക്ക് ഭർത്താവായി കിട്ടിയെന്നുള്ളത്. അതുകൊണ്ട് പ്രത്യുമ്നൻ ആരായിരുന്നു? മകനല്ലേ. പ്രത്യുമ്നൻ കാമദേവന്റെ പുനര അവതാരമായിരുന്നു. ആ ആ അമ്മയ്ക്ക് അതിൽ കൂടുതൽ എന്താ വേണ്ടുന്നത്? ഒന്നും വേണ്ടാലോ. അതേപോലെ തന്നെ നമ്മളെയും ഭഗവാൻ എല്ലാ തരത്തിലും അനുഗ്രഹിക്കും. 2025 നാളെ വരുന്നത്. നമുക്ക് ഇനി വളരെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമെന്നുള്ളത്, എങ്ങനെയാണ് ഭക്തി ചെയ്യുമെന്നുള്ളത് ഇന്ന് നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കണം. അതിന് വേണ്ടുന്നത് പ്രഭാതരെ എപ്പോഴും പറയുന്ന 4 കാര്യങ്ങളാണ്. അസോസിയേഷൻ, എന്താണ്, വൈഷ്ണവരുടെ അസോസിയേഷൻ വേണം. അല്ലാതെ ഭൗതിക മെറ്റീരിയലിസ്റ്റിന്റെ അസോസിയേഷൻ അല്ല വേണ്ടുന്നത് നമുക്ക്. നിങ്ങൾക്കൊക്കെ വളരെ ഇതായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും സത്സംഗം ഉണ്ട്. പിന്നെ പള്ളിച്ചലാന്തടി കൂടെ കൂടെ പ്രോഗ്രാം ഉണ്ട്. അതേപോലെ ഹരിപ്പാടായാലും സത്സംഗം വരുന്നുണ്ട്. പിന്നെ അങ്ങനെ മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. അതേപോലെ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, ഗീത ക്ലാസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് 2025 നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന എന്തായാലും നമ്മൾ വെക്കും. നമ്മളെല്ലാവരും കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഭക്തിയും ഭക്തരുടെ സംഘവും കിട്ടണേ ഭഗവാൻ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വെക്കണം. ഭക്തരുടെ സംഘ അസോസിയേഷന്, പിന്നെ എബി ബുക്ക് റീഡിങ്. പ്രഭാതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ വായിക്കട്ടെ, ആ ഭഗവത്ഗീത മാത്രം വായിച്ചാൽ മതി. ഭഗവത്ഗീതയുടെ ശ്ലോകമല്ല ഞാൻ മീൻ ചെയ്യുന്നത്. ഞാൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? ഭാവാർത്ഥം തൊട്ട് ആ എക്സ്പ്ലനേഷൻ, വിവർത്തനവും തന്നിട്ടുണ്ട്. ആ ഭാവാർത്ഥവും ഒരു ശ്ലോകം നിങ്ങൾ പഠിക്കുക, എന്നിട്ട് അതിനകത്തെ ഭാവാർത്ഥം വായിക്കുക, എന്നിട്ട് അതിനകത്തെ വിവർത്തനം വായിക്കുക. ആ വിവർത്തനം വായിച്ച് 2 ശ്ലോകമാണ് ഒരു ദിവസം വായിച്ചാൽ മതി. പക്ഷെ ആ വിവർത്തനവും നിങ്ങൾ വായിച്ച് മുന്നോട്ട് പോകണം. എന്നിട്ട് അതിനകത്ത് മെയിൻ പോയിന്റ് വരുന്നത് ഒരു ബുക്കിനകത്ത് നിങ്ങൾ എഴുതിയെടുക്കണം. അതാ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആ ബുക്ക് നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നടത്ത് ഇന്നതാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാനും, പിന്നെ ഓരോരുത്തരെയും ഇതേപോലെ പ്രഭാഷണങ്ങളിൽ കൂടി ആയിക്കഴിഞ്ഞാൽ, പ്രചാരത്തിൽ കൂടി ആയിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും ഡിയറസ്റ്റ് ഇതാവാൻ പറ്റും നിങ്ങൾക്ക്. ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളാവാൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യണം. പിന്നെന്താ, ചാൻഡിങ്. ഇന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക. എല്ലാവരുടെയും കൈമാല കാണുമല്ലോ. നോക്കുക, ഈ ഒരു ചാൻഡിങ്ങിനുണ്ടല്ലോ, നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് മതി. ആ ചെല്ലുന്ന നാമം എങ്ങനെയായിരിക്കണം? വളരെ ദൃഢമായിരിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ഒരു നാമം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെല്ലിയ പോലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് മതി. ആ 6 മിനിറ്റിന് 6424, ഒരു അരമണിക്കൂർ പോലും എന്റെ 4 ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 നമ്മൾ ചെല്ലി, പിന്നെ വൈകുന്നേരം 4 ചെല്ലി, അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം? 16 റൗണ്ടിലേക്ക് നമ്മൾ വരണം. ആ 16 റൗണ്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, അതിന്റെ ഒരു അനുഭവം ഒന്ന് വേറെ തന്നെയാണെന്നുള്ളത്. നമുക്കിപ്പോ സ്ലോലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംഘത്തിൽ ചേർന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാൻ തന്നെയുള്ള അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരും. വിഷമിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു അന്ധവിശ്വാസം. മത്സ്യം കഴിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പൊ മത്സ്യത്തിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു, അവര് ഉൾക്കടലിൽ പോയിട്ട് മത്സ്യത്തിനെ കൊണ്ടുവരുന്നത്. ആ മത്സ്യം കരയിൽ വരണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കുന്ന അറിയാമോ? അത്രയും ദിവസം ആ വെള്ളത്തിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കരയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെയോ അമോണിയം ചേറി, ഐസില്ലേ, അമോണിയം ചേറിയിട്ടാണ് നിങ്ങൾക്ക് അത് ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. ഞാനും ഇതൊക്കെ കഴിച്ചോണ്ടിരുന്ന ആളാ. പക്ഷെ ഒരു തവണ നമുക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മൾ ഇതിനെ എല്ലാം വിട്ടു എന്നുള്ളതാ. അങ്ങനെ ആ ഒരു പരസ്യം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടുമെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഡോക്ടറോട് വാദിക്കും എന്നുള്ളതാ. ഞാൻ പോയിന്റ് ബൈ പോയിന്റ് എടുത്തു വെച്ച് അവരോട് ഞാൻ വാദിക്കാൻ തയ്യാറാണെന്നുള്ളതാ. അതേപോലെയാണെന്നുണ്ടെങ്കിൽ എന്താ, ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹോർമോൺ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന, പണ്ടൊക്കെ വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളൊക്കെ ആയിരുന്നു കൊല്ലുന്നത്. പക്ഷെ അതൊക്കെ എങ്ങനെയാ? വർഷത്തിൽ ഒരിക്കലും ആണ്. ഇത് ദിവസവും അതുകൊണ്ട് എന്താ, 10 വയസ്സാവുന്ന പെൺകൊച്ചുങ്ങളെ നമ്മളിപ്പോ
എന്താ സൂക്ഷിക്കണം. അവർക്ക് ആ ഹോർമോണിന്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഹോർമോണ് ചിക്കനിൽ കുത്തി വെച്ചിട്ട് അതിനെ വളർത്തുന്നത് എന്നുള്ളത്, അല്ലാതെ ആഹാരത്തിലല്ല അത് അത്രയും വളരുന്നത്. ഒരു എന്താ പറയുന്നത്, ഒരു 90 ചിക്കനെ ഒരു കോഴിയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനകം അത് ഭക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ 91ാമത്തെ ദിവസം അത് മരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന്റെ അത്രയും വിഷമാണ് അതിനകത്ത് കുത്തി. അതാണ് നിങ്ങൾ ഈ മസാല എല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനെ തിന്നുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിനകത്ത് നമ്മൾ ആ കൊച്ചുങ്ങളോട് ചെയ്യുന്നത് ദ്രോഹമല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിനകത്ത് എന്തെങ്കിലും ഗുണം കിട്ടുമെന്നുള്ളത്? ഒരിക്കലും ഇല്ല. അതേപോലെ ആയിട്ട് തന്നെ മുട്ടയെ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടുണ്ടല്ലോ, ഞാൻ ആര് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഗോമാതാവ് അമ്മയുടെ പാല് കുടിച്ചിട്ട് നമ്മൾ വളരുന്നത്. പിന്നെ നമ്മൾ ആരുടെ പാല കുടിക്കുന്നത്? പശുക്കളുടെയാണ്. അതായത് പശുക്കളുടെ പാല് കുടിച്ച് അതേ പശുവിനെ വെട്ടി തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇതിനകത്തൊക്കെ എന്ത് ദോഷമാണെന്നറിയാമോ? നമുക്ക് അറിഞ്ഞൂടാഞ്ഞിട്ട് ഈ പശുവിന്റെ ഇത് കഴിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, പശുക്കളുടെ രോമത്തെ എണ്ണാൻ പറ്റും, പക്ഷെ അവരുടെ നരകയാതനയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം ഉണ്ടാവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞേ ഇന്ന് എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ കുറഞ്ഞ പക്ഷെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് മുന്നോട്ട് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഡയറ്റ് പിന്നെ ഡ്യൂട്ടി വർഷിപ്പ്, ആ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതേപോലെയുള്ള ക്ലാസ്സുകളിൽ കൂടി നിങ്ങൾ ജ്ഞാനം പകർന്നെടുക്കണം. ആ ജ്ഞാനത്തിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം വേണ്ടാതീനമായിരുന്നു നമുക്ക് മനസ്സിലാവും. നമ്മളെങ്ങനെയാ നമ്മള് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്ന പണ്ടെങ്ങനെയാ ബലിയെ ഭഗവാൻ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തു എന്നിട്ട് ഒരു വലിയൊരു വർഷത്തിലൊരിക്കലും തുടങ്ങി ഭഗവാന് വലിയ തന്റെ പ്രജകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുക എന്ന് പറഞ്ഞ് ഇത് ഏത് ശാസ്ത്രത്തിലാണ് ഉള്ളത്? ഒരു ശാസ്ത്രത്തിലും എഴുതിയിട്ടില്ല. വാമൊഴികളായിരുന്നു ഇതെന്നുള്ളത്. ആ ബലി മഹാരാജന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദയുടെ തീരത്തായിരുന്നു അദ്ദേഹം യാഗം പോലും നേരത്തെ. കേരളം എന്ന് പറയുന്ന സാധനമേ അന്നില്ലായിരുന്നു, അന്ന് അദ്ദേഹത്തിന് അറിയത്തേ ഇല്ലായിരുന്നു എന്നുള്ളത്. അതേപോലെ വാമനെ ഒരിക്കലും ബലിയെ പാതാളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടില്ല. സുതലം എന്ന് പറയുന്നത് ഇന്ദ്രലോകത്തിനേക്കാളും വലിയൊരു ലോകമാണ് ഭഗവാന് അതെന്നുണ്ടെങ്കിൽ ബലിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്ത്. ഇനി അടുത്തതിൽ ആണെന്നുണ്ടെങ്കിൽ ഇന്ദ്രനായിട്ടാണ് ബലിയെ നിയോഗിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടുണ്ടല്ലോ, നമുക്ക് ഒരുപാട് വാമൊഴികളും വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് എന്ന് പറഞ്ഞ കാർഷിക ഉത്സവമാണ്. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, വാമനന്റെ തിരുവവതാരം ആ ദിവസമായിരുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന്റെ ദിവസമായിരുന്നു വാമനന്റെ തിരുവവതാരം. അങ്ങനെ ആ 2 പ്രത്യേകതയാണ് ഉള്ളത്. അല്ലാതെ നമ്മൾ പറഞ്ഞു വാമൊഴികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ആ കഥയല്ല ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാമൊഴികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ആ ജ്ഞാനത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി 2025 ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് പോകണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്ന് ഈ ക്ലാസ് നിർത്താം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ആശംസകള്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ദീപാവളി മാതാ ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ പക്ഷെ കൃഷ്ണ ഹരേ കൃഷ്ണ നമ്മുടെ സനാതന ധർമ്മത്തിൽ ജനുവരി 1 അല്ല നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താ ഇസ്കോൺകാർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് അവർക്ക് എന്താ ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സത്സംഗം നടത്തണം, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൂടി എല്ലാ സന്തോഷം പങ്കുവെക്കണം. അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഈ ന്യൂ ഇയർ ജനുവരി 1 എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ന്യൂ ഇയർ അല്ല അത്. നമ്മുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവാണ്. വിഷുവും ചിങ്ങമാസത്തിൽ നമ്മുടെ ആ സൈഡുകാർ ചിങ്ങം ഒന്നാണ് ന്യൂ ഇയർ ആയിട്ട് പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് വാമൊഴികളിൽ കൂടി അതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, അല്ലേ? എന്നാൽ തന്നെ എല്ലാവർക്കും ആശംസകള്. എല്ലാവർക്കും എല്ലാവരും സമൃദ്ധി എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ എന്താ ഭക്തിയിൽ മുന്നോട്ട് വരണ്ടേ എന്നുള്ള പ്രാർത്ഥന നമുക്ക്. അതിന് എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും ഭഗവാനെ അവരെയും കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന് അവരുടെ എല്ലാ തടസ്സവും മാറ്റി ദൃഢഭക്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വെക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ